അമ്മയെ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ വേദനയുണ്ട്. അത് നമുക്ക് വേദനിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ അതൊരു വിഡ്ഢിത്തരമായിട്ട് തന്നെ കാണുന്നു. AMMA എന്ന് പറയുന്ന ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈവൻ ചാനലിലൊക്കെ. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവരിത് അമ്മേനെ പറ്റി ഒന്നും അറിയാതെയാണോ? ഈ പവിത്രമായ അമ്മ, നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ആ അമ്മയെ പറ്റി മനസ്സിലാക്കാതെ കുറെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ് AMMA. അതായത് അമ്മ എന്ന സാധനമുണ്ട്. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവമാണല്ലോ അമ്മ. അമ്മയുടെ തണലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം. ഞാനൊരു ക്ഷേത്രമായിട്ട് കാണാം. ഇപ്പൊ അമ്മയുടെ സംഘടനയുടെ ഒരു ഓഫീസുണ്ട്. അത് നമ്മൾ പോയി തൊഴേണ്ട ഒരു ഒരു ക്ഷേത്രമായിട്ട് ഞാൻ കാണുന്നത്. അതിനകത്ത് വേറെ യാതൊരു വൃത്തികേടുകളും പാടില്ല. അപ്പോൾ അതിന് അവിടെ അങ്ങനത്തെ ഒരു വൃത്തികേടുകളും ഇനി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഹൂ ഈസ് അമ്മ? അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരമുണ്ട് എനിക്ക്, മനസ്സിലായത്. വൈകാരികമായിട്ടുള്ള ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ അമ്മയെ മനസ്സിലാക്കാതെ, സ്വന്തം അമ്മയെ മനസ്സിലാക്കാതെ അമ്മയെ തെറി പറയരുത്, ഒരിക്കലും പറയരുത്. അമ്മ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എടുക്കുക. കാരണം അമ്മയിൽ ഈ അംഗങ്ങൾക്ക് ആർക്കും അമ്മയോട് പരാതികളില്ല. അമ്മയും അംഗങ്ങളുമായിട്ടല്ല ഫൈറ്റ്. അംഗങ്ങളിലുള്ള ചില ആൾക്കാർ തമ്മിലുള്ള പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്, രണ്ട് ആൾക്കാർ. അത് നമ്മൾ ശരിക്കും അന്വേഷിച്ച് അതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് എന്താണെന്നറിയോ? ഈഗോ പ്രശ്നമാണ്. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഇന്നസെന്റ് ഉള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നസെന്റ് 17 വർഷമാണ് അമ്മയുടെ അധ്യക്ഷനായിട്ട് ഭരിച്ചത്. ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല, ജനങ്ങളും കണ്ടിട്ടില്ല. അയാൾക്ക് അറിയാം എങ്ങനെ ഡീൽ ചെയ്യുന്നു. കാരണം അയാളോട് ഇവർക്കുള്ള ബഹുമാനം, റെസ്പെക്റ്റ്, അതുപോലെയുള്ള സ്നേഹം വെച്ചിട്ട് അയാളത് മോനെ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്, മോളെ അങ്ങനെയല്ലല്ലോ മതി, ഇങ്ങനെ എന്തുട്ടണ്ട നീ കാണിക്കണേ, നീ എന്തുട്ടണ്ട, അതല്ലല്ലോ ഇവളങ്ങനല്ലല്ലോ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ എടുത്ത് ഹ്യൂമറസ് ആയിട്ട് അത് ഒപ്പിച്ചെടുക്കും. അതേപോലത്തെ ഒരു ലീഡർഷിപ്പ് വരണം. താങ്കൾ അങ്ങനെ ഒരു ലീഡർ ആയിരിക്കുമോ? തമാശ അങ്ങനെ ഒരു ലീഡർ ആവാൻ ഞാൻ ശ്രമിക്കും. കാരണം കോമഡി എനിക്കറിയില്ല.